ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, അതായത് ആശയവിനിമയത്തിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സെമൻറ്റിക് ബാരിയർ. എന്താണ് സെമൻറ്റിക് എന്ന് പറയുന്നത്? അതായത് വാക്കുകളുടെയോ സെൻറ്റൻസുകളുടെയോ അർത്ഥങ്ങൾ പഠിക്കുന്ന ഭാഷാശാസ്ത്രത്തിൻ്റെ ശാഖയാണെന്ത് സെമൻറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ആശയവിനിമയം നടക്കുമ്പോൾ നമ്മുടെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് എൻകോഡിങ്ങും ഡീകോഡിങ്ങും ചെയ്യുന്നു അല്ലേ. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ പദസംബന്ധമായ തടസ്സങ്ങൾ അല്ലെങ്കിൽ തെറ്റായ പദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിലുണ്ടാകുന്ന ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങളെയാണെന്ത് സെമൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് തെറ്റായ പദങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ തെറ്റായ വിവർത്തനങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നടത്തുമ്പോഴൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങളാണെന്ത് സെമൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെ സാഹചര്യത്തിലാണ് സെമൻറ്റിക് ബാരിയേഴ്സ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജസ്. അതായത് ചില സമയങ്ങളിൽ മേലധികാരി ഉദ്ദേശിച്ച ആശയങ്ങൾ അതേപടി തന്നെ കീഴ് ജീവനക്കാരിൽ എത്തിക്കുവാൻ സാധിക്കാതെ വരുന്നു. ഇതിന് കാരണം എന്തായിരിക്കാം? തെറ്റായ വാക്കുകളോ അല്ലെങ്കിൽ ആവശ്യമുള്ള വാക്കുകൾ ഒഴിവാക്കുന്നത് കൊണ്ടോ ആവാം അത്തരത്തിലൊരു ബാരിയർ അല്ലെങ്കിൽ തടസ്സം ഉണ്ടാവുന്നത്. സെക്കൻഡ് വൺ, സിമ്പിൾസ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ്സ്. അതായത് ഒരു വാക്കിന് അനവധി അർത്ഥങ്ങളുണ്ട് അല്ലേ. അതായത് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന വാക്കുകളുടെ അത്തരമൊരു അർത്ഥം അല്ലെങ്കിൽ ശരിയായ അർത്ഥം എന്താണെന്ന് കേൾക്കുന്ന ആളിന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെയും ആ ഒരു കമ്മ്യൂണിക്കേഷന് ബാരിയർ ഉണ്ടാവാം. തേർഡ് വൺ, ഫോൾട്ടി ട്രാൻസ്ലേഷൻസ്. അതായത് ചിലപ്പോഴൊക്കെ ആശയവിനിമയത്തിന് ഒരു ഭാഷയിൽ സൃഷ്ടിക്കപ്പെട്ട ആശയങ്ങൾ തൊഴിലാളികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് നമുക്ക് വിവർത്തനം ചെയ്ത് കൊടുക്കേണ്ടതായി വരും. അതായത് എല്ലാ തൊഴിലാളികൾക്കും ഇംഗ്ലീഷ് ഭാഷ അറിയണമെന്നില്ല അല്ലേ. അപ്പോൾ അവർക്ക് അറിയാവുന്ന ഭാഷ മലയാളമാണെങ്കിൽ ആ ഒരു മലയാളം ഭാഷയിലേക്ക് നമുക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ വിവർത്തനം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ തർജ്ജമ ചെയ്യുന്ന ആൾക്ക് രണ്ട് ഭാഷയും അതായത് ഇംഗ്ലീഷും മലയാളം വ്യക്തമായി അറിയാമെങ്കിൽ മാത്രമേ ആ ഒരു ആശയവിനിമയത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ അല്ലേ. അല്ലെങ്കിൽ എന്തായിരിക്കും, ശരിയായ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റില്ല, ആ ഒരു ആശയം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എവിടെ വരുന്നതാണ്? സെമൻറ്റിക് ബാരിയറിൽ വരുന്നതാണ്. ഫോർത്ത് വൺ, അൺക്ലാരിഫൈഡ് അസംഷൻസ്. അതായത് ചില കമ്മ്യൂണിക്കേഷനിൽ ലഭ്യമാകുന്ന അസംഷൻസ് അല്ലെങ്കിൽ അനുമാനങ്ങൾ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒരു ഹോട്ടലിലെ കാര്യങ്ങളാണെങ്കിൽ ഒരു മേലധികാരി അദ്ദേഹത്തിൻ്റെ കീഴ് ജീവനക്കാരൻ്റെ ആവശ്യപ്പെടുകയാണ്, നമ്മുടെ ഗസ്റ്റ് ഇന്ന് ഇദ്ദേഹമാണ്, അപ്പോൾ ഇദ്ദേഹത്തിനെ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ ഒരു ഗസ്റ്റിൻ്റെ ഭക്ഷണം, താമസം എന്നിവയിൽ ശ്രദ്ധിക്കണമെന്നാണ് ആ ഒരു മേലധികാരി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ ഒരു ഗസ്റ്റിന് അപകടമൊന്നുമില്ലാതെ സൂക്ഷ്മതയോടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകണമെന്നാണ് കീഴ് ജീവനക്കാരൻ മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ ഈ അനുമാനത്തിലെ അവ്യക്തത മൂലം ആ ഒരു ഗസ്റ്റിന് പ്രയാസപ്പെടാനും ഇടയാകുന്നു. അതാണ് അൺക്ലാരിഫൈഡ് അസംഷൻസ് എന്ന് പറയുന്നത്, അതായത് വ്യക്തതയില്ലാത്ത അനുമാനങ്ങൾ. ഫിഫ്ത്ത് വൺ, ടെക്നിക്കൽ ജാർഗൺ. അതായത് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ പദങ്ങൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് എല്ലാ ആൾക്കാർക്കും മനസ്സിലാകണമെന്നില്ല. അപ്പം അത്തരത്തിലുള്ള വാക്കുകൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്കത് മനസ്സിലായില്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന തടസ്സമാണെന്ത് ടെക്നിക്കൽ ജാർഗൺ എന്ന് പറയുന്നത്. ഇതൊരു സെമൻറ്റിക് ബാരിയറാണ്. ലാസ്റ്റ് വൺ, ബോഡി ലാംഗ്വേജ് ആൻഡ് ഗെസ്ചർ ഡീകോഡിങ്. അതായത് സംസാരിക്കുന്ന വാക്കുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും തമ്മിൽ പൊരുത്തമില്ലെങ്കിൽ അല്ലെങ്കിൽ ബന്ധമില്ലെങ്കിൽ വിവരങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കാനും സാധ്യതയുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ സംസാരിക്കുന്ന ആൾ നൽകുന്ന വിവരങ്ങളുടെ മറുപടിയായി ആ കേൾക്കുന്ന ആൾ തലയാട്ടുകയാണെങ്കിൽ അതിന് അതെ എന്നുള്ള അർത്ഥമുണ്ട് അല്ലെങ്കിൽ അല്ല എന്നുള്ള രണ്ടാമതൊരർത്ഥവുമായി വ്യാഖ്യാനിക്കപ്പെടാനും സാധ്യതയുണ്ട്. ഇതും സെമൻറ്റിക് ബാരിയറിൽ ഉൾക്കൊള്ളുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ബാരിയർ സൈക്കോളജിക്കൽ ബാരിയർ. അതായത് വിഷമഘട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായി ആശയവിനിമയം നടത്താനോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളിന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനോ സാധ്യമല്ലാതെ വരുന്ന തടസ്സമാണെന്ത് സൈക്കോളജിക്കൽ ബാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് സൈക്കോളജിക്കൽ ബാരിയർ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രീമെച്യൂർ ഇവാലുവേഷൻ. അതായത് സംസാരിക്കുന്ന ആള് അദ്ദേഹം ആശയവിനിമയം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അതിൽ കേൾക്കുന്ന ആൾക്കാർ ആ ഒരു സന്ദേശത്തിൻ്റെ അർത്ഥം വിലയിരുത്താറുണ്ട്. ഇത് മുൻവിധിക്കും തെറ്റായ മറുപടിക്കും കാരണമാകുന്നു. സെക്കൻഡ് വൺ, ലാക്ക് ഓഫ് അറ്റൻഷൻ. അതായത് കേൾക്കുന്ന ആളിൻ്റെ മനസാന്നിധ്യമില്ലായ്മയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയില്ലായ്മയും ആശയവിനിമയം ഫലവത്തല്ലാതാക്കുകയും വിവരങ്ങൾ തെറ്റായി ധരിക്കാനും ഇടവരുത്താറുണ്ട്.
തേർഡ് വൺ, ലോസ് ബൈ ട്രാൻസ്മിഷൻ ആൻഡ് പുവർ റീറ്റൻഷൻ. അതായത് സംസാരിക്കുന്ന മെസ്സേജ് ആ ഒരു സ്ഥാപനത്തിൻ്റെ പല ലെവൽസിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു മെസ്സേജിൻ്റെ ശരിയായ മീനിങ്ങിൽ മാറ്റം വരികയോ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ കടന്നുകൂടാനും സാധ്യതയുണ്ട്. അതോടൊപ്പം ശ്രദ്ധ കുറവോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയോ കാരണം വിവരങ്ങൾ ദീർഘനേരം ഓർമ്മയിൽ വയ്ക്കാനും കഴിയാതെ വരുന്നു. ഫോർത്ത് വൺ, ഡിസ്ട്രക്റ്റ്. അതായത് വിശ്വാസമില്ലായ്മ. സംസാരിക്കുന്ന ആളിനും കേൾക്കുന്ന ആളിനും പരസ്പരം വിശ്വാസമില്ലെങ്കിലും ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ബാരിയേഴ്സ്, അതായത് തടസ്സങ്ങളുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് ബാരിയർ ഓർഗനൈസേഷണൽ ബാരിയർ. ഏതൊക്കെ തരത്തിലാണ് ഓർഗനൈസേഷണൽ ബാരിയർ ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓർഗനൈസേഷണൽ പോളിസി. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ പോളിസി അല്ലെങ്കിൽ അവരുടെ നയങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണെങ്കിൽ അവിടെ ഒരു ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനം കേന്ദ്രീകൃതമാണെങ്കിൽ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ആണെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലെ സ്വതന്ത്ര ആശയവിനിമയത്തിന് ആളുകളെ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്ന് ഇല്ല. അതായത് ആശയവിനിമയം വളരെ സുഗമമായി നടക്കാറില്ല. സെക്കൻഡ് വൺ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് കർക്കശമായ നിയമങ്ങളും അതുപോലെ തന്നെ ഗൗരവമായ നടപടിക്രമങ്ങളും ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. തേർഡ് വൺ, സ്റ്റാറ്റസ്. അതായത് മേലധികാരിയുടെ ഉയർന്ന പദവി കീഴ് ജീവനക്കാരനുമായി മാനസിക അകലം സൃഷ്ടിക്കാൻ ഇടയാക്കുന്നു. ഫോർത്ത് വൺ, കോംപ്ലക്സിറ്റി ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. സങ്കീർണമായ സംഘടനാ തട്ടുകളുള്ള ഒരു സ്ഥാപനത്തിൻ്റെ സന്ദേശം പല ലെവൽസിലൂടെ കടന്നു പോകുമ്പോൾ കാലതാമസം ഉണ്ടാകുവാനോ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവാനോ സാധ്യതയുണ്ട്. ഫിഫ്ത്ത് വൺ, ഓർഗനൈസേഷണൽ ഫെസിലിറ്റീസ്. അതായത് ഒരു സ്ഥാപനത്തിൽ സ്മൂത്തായിട്ടും ക്ലിയറായിട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ബാരിയർ പേഴ്സണൽ ബാരിയർ അല്ലെങ്കിൽ വ്യക്തിപരമായ തടസ്സങ്ങൾ. എങ്ങനെയൊക്കെയാണ് പേഴ്സണൽ ബാരിയർ ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫിയർ ഓഫ് ചലഞ്ച് ടു അതോറിറ്റി. അതായത് അധികാരത്തിന് വെല്ലുവിളിയാകുമെന്നൊരു ഭയം. ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിക്കേഷൻ തൻ്റെ അധികാരത്തെ മോശമായി ബാധിച്ചേക്കാം എന്നൊരു സുപ്പീരിയർ കരുതുകയാണെങ്കിൽ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടി കാട്ടും. അപ്പം അത്തരത്തിലുണ്ടാവുന്ന തടസ്സമാണ് എന്ത്, ഫിയർ ഓഫ് ചലഞ്ച് ടു അതോറിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഓഫ് സുപ്പീരിയർ ഓൺ ഹിസ് സബോർഡിനേറ്റ്. അതായത് കീഴ് ജീവനക്കാരിലുള്ള വിശ്വാസക്കുറവ്. ഒരു മേലധികാരിക്ക് തൻ്റെ കീഴ് ജീവനക്കാരിൽ വിശ്വാസമില്ലെങ്കിൽ അവരുടെ ഉപദേശമോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ തേടണമെന്ന് ഇല്ല. തേർഡ് വൺ, അൺവില്ലിങ്നെസ് ടു കമ്മ്യൂണിക്കേറ്റ്. അതായത് ഒരാളുടെ താല്പര്യങ്ങളെ ദോഷകരമായി ബാധിച്ചേക്കാം എന്ന നിഗമനത്തിൽ പലപ്പോഴും കീഴ് ജീവനക്കാർ മേലുദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്താൻ മടി കാട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലും അവിടെ ഒരു ബാരിയർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തടസ്സം. അവരുടെ കമ്മ്യൂണിക്കേഷനിൽ സുപ്പീരിയർ സബോർഡിനേറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഒരു ബാരിയർ അല്ലെങ്കിൽ തടസ്സം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ലാസ്റ്റ് വൺ, ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻസെൻറ്റീവ്സ്. ഒരു നല്ല നിർദ്ദേശത്തിന് പ്രതിഫലമോ പ്രശംസയോ ഇല്ലെങ്കിൽ കീഴ് ജീവനക്കാർ നിർദ്ദേശങ്ങൾ നൽകുവാൻ തയ്യാറാകണമെന്നും ഇല്ല. ഇതും എന്താണ്, ഒരു പേഴ്സണൽ ബാരിയറാണ്.